സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിൽ ചിലയിടങ്ങളിലൊക്കെ എന്നെ അനുഗമിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഇന്ന് ആരാണ് അനുഗമിക്കുന്നത് വെച്ചാൽ ഈ സംശയം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആശമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ആശമാരുടെ കാര്യമാണ് പറഞ്ഞത്. ആശമാർ പ്രചരണ രംഗത്തുണ്ട്. ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷ ആഭിമുഖ്യമാണുള്ളത്. അതിന് കാരണം 1000 രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ, 1000 രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം 7000 മാറി, 7 ഇരട്ടിയായി മാറി. ആ 7 ഇരട്ടിയാക്കിയ ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം. അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല, ഇനിയും കൊടുക്കണം. അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ്, നമ്മുടെ സഹോദരിമാർ, ഈ സമൂഹത്തിൻ്റെ കരുത്താണവർ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികമൊന്നുമല്ല. അവർക്ക് വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിക്കുകയും ചെയ്യും LDF ഗവൺമെൻറ്. 7 ഇരട്ടിയാക്കിയവർക്ക് 8 ഇരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണം? ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും. അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും, ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും. ആ കാര്യത്തിലൊരു സംശയവുമില്ല. എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും. അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളും. ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത്. ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല, ആശമാരെയാണ് ജനങ്ങൾ മുഖവിലക്കെടുക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകയേയില്ല.